വിദ്യാരംഭ ചടങ്ങുകൾ കൊണ്ട് പേരുകേട്ട ക്ഷേത്രമാണ് കോട്ടയം പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവെങ്കിലും മൂകാംബിക സാന്നിധ്യമുള്ളൊരു ക്ഷേത്രമാണത്. കുടജാദ്രിയെ അനുസ്മരിപ്പിക്കുന്ന ക്ഷേത്രം ദക്ഷിണ മൂകാംബിക എന്നും അറിയപ്പെടുന്നു. നോക്കാം, അല്ല കാണാം, ദൈവമേ കൈത്തൊഴാം. ശ്രീകോവിലോ സോപാനമോ ഇല്ല. ക്ഷേത്രത്തിനകത്ത് ഒരു കുഴിയിൽ വെള്ളത്തിനടിയിലാണ് സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠ. കുഴിയുടെ ചുറ്റും കാട്ടുവള്ളികൾ പടർന്നു നിൽക്കുന്നു. ഈ വള്ളികളിലൊന്ന് മറ്റെവിടെയും കാണാൻ കഴിയാത്ത സരസ്വതി ലതയാണെന്നാണ് വിശ്വാസം. വള്ളിപ്പടർപ്പുകൾ കൂടിയുള്ളതിനാൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് പ്രതിഷ്ഠ കാണാൻ കഴിയില്ല. അർച്ചനാ വിഗ്രഹത്തിലാണ് എല്ലാ പൂജകളും നിവേദ്യങ്ങളും നടത്തിപ്പോരുന്നത്. അതാണ് കോട്ടയത്തെ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. കോട്ടയം നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ പനച്ചിക്കാട് ഗ്രാമത്തിലാണ് ക്ഷേത്രമുള്ളത്. കിഴുപ്പുറം, കരുനാട്, കൈമുക്ക് എന്നീ 3 ബ്രാഹ്മണ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ ഐതിഹ്യം. കിഴുപ്പുറത്തില്ലത്തെ നമ്പൂതിരിക്ക് പ്രായമേറെയായിട്ടും കുട്ടികളുണ്ടായില്ല. അതിന്റെ നിരാശയിൽ ഗംഗാസ്നാനത്തിന് പുറപ്പെടുന്നിടത്താണ് ഐതിഹ്യത്തിന്റെ തുടക്കം. ഈ കിഴുപ്പുറത്ത് നമ്പൂതിരി ഏകദേശം അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആ നമ്പൂതിരി ഏകദേശം ഒരു 50 വയസ്സൊക്കെ പ്രായമായപ്പോൾ അതായത് കുട്ടികൾ ഇല്ലായിരുന്നു. മോക്ഷം കിട്ടാനായിട്ട് 2 ഓപ്ഷനാണ്. ഒന്ന്, കുട്ടികൾ പിതൃകർമ്മം ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ കാശിയിൽ പോയി ഗംഗാസ്നാനം ചെയ്തങ്ങ് മോക്ഷം അടയുക എന്നുള്ള ഒരു ഇതുണ്ട്. അത് കാശിക്ക് പോകുന്ന കരുതിയിട്ട് മോക്ഷം 2ാമത്തെ ഓപ്ഷൻ തിരഞ്ഞത് യാത്രയായി. അദ്ദേഹം പോണ വഴിയിൽ പക്ഷേ കൊല്ലൂർ മൂകാംബിയിൽ ദേവി ഒന്ന് തൊഴുത് പോകാമെന്നൊക്കെ കരുതി അദ്ദേഹം അവിടെ ഒരു തീവ്ര തപസ് പോലെ കുറേ നാളവിടെ ദേവിയുടെ ഒരു ഇതായിട്ട് കൂടുകയും ചെയ്തു. അങ്ങനെ ദേവിയുടെ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്നു എന്നാണ് പറയുക. ഒന്ന് പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, ആ 3 ഇല്ലത്തിലെ കിഴുപ്പുറത്തെയാണ് അദ്ദേഹം. അതുപോലെ കരുനാട്, കൈമുക്ക്, അങ്ങനെ 2 അങ്ങനെ 3 അതിൽ കരുനാട് ഇല്ലത്തെ ഒരു അന്തർജനം ഇപ്പോൾ വിശേഷമായിട്ടിരിക്കുന്നുണ്ട്. അവിടെ അവർക്കൊരു ടിൻസ് ഉണ്ടാവും. ആ ടിൻസ് ഉണ്ടായാലും ആൺകുട്ടികളാവും ഉണ്ടാവുക. അപ്പോൾ അവർ ഒരാളെ ചോദിച്ചാൽ തരും. അങ്ങനെ ദത്തെടുത്ത് കുടുംബം നിലനിർത്തി അങ്ങയുടെ ആ പുത്രദുഃഖം അത് അല്ലെങ്കിൽ മക്കളില്ലാത്ത ആ ദുഃഖം അവസാനിപ്പിക്കണം ദത്തെടുത്ത്. അത് വളരെ സന്തോഷമായി. അദ്ദേഹം നേരെ വന്ന് ഇവിടെ ആ കരുനാടിനടുത്ത് പോയി അവിടെ അവിടുത്തെ കാരണവരോട് ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞു അങ്ങനെ വിശേഷമായിട്ടിരിക്കുന്നുണ്ട്, 2 പേരുണ്ടാകുകയാണെങ്കിൽ ഒരാളെ തരികയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ തരുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയിട്ട് അന്ന് ആ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ കുളമായിരുന്നു ഇപ്പോൾ ഈ സരസ്വതി ദേവി ഇരിക്കുന്ന സ്ഥലം. വിദ്യാരംഭ ചടങ്ങുകൾക്ക് ഏറെ പ്രസിദ്ധമാണ് പനച്ചിക്കാട് ദേവി ക്ഷേത്രം. അന്നേ ദിവസം 10,000-കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുക. കുട്ടിയെ ലഭിക്കും എന്നറിഞ്ഞതിന്റെ സന്തോഷത്തിൽ നമ്പൂതിരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കുളത്തിലെത്തി കുളിച്ചു. കരയിൽ വെച്ചിരുന്ന ഓലക്കുട തിരിച്ചു പോകുമ്പോൾ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അനങ്ങിയില്ല. മൂകാംബികയിലെ സരസ്വതി ദേവി കുടയിൽ കുടികൊണ്ടിരുന്നു. അറിവിന്റെയും ജ്ഞാനത്തിന്റെയും കലകളുടെയും കരകൗശലത്തിന്റെയും ഭഗവതിയാണ് മഹാസരസ്വതി. സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി 10,000-ങ്ങൾ വിജയദശമി ദിനത്തിൽ ക്ഷേത്രത്തിലെത്തും. ഇവിടെ എഴുത്തിനിരുത്തിയാൽ പഠനത്തിൽ മികവുണ്ടാകും എന്ന് വിശ്വാസമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 11 വരെ വിദ്യാരംഭത്തിനായി ക്ഷേത്രത്തിലേക്ക് വരാം. നവരാത്രിയാണ് പനച്ചിക്കാട് ക്ഷേത്രത്തിലെ ഉത്സവം. 9 നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി മഹോത്സവത്തിന് ധാരാളം ഭക്തരെത്തും. സരസ്വതി ദേവിക്കും മഹാവിഷ്ണുവിനും പുറമെ ഗണപതി, ശിവൻ, അയ്യപ്പൻ, നാഗദേവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രത്തിലെത്തിയാൽ
എല്ലാവരെയും തൊഴുതു വേണം മടങ്ങാൻ. ശ്രീകുമാറിനും സജയ് കുമാറിനുമൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, കോട്ടയം.